ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ വെൽക്കം ബാക്ക്. അപ്പോഴേ ഞാനൊരു ഹോൾ വീഡിയോ ആയിട്ടാണ് നോക്കണേ. എന്തിൻ്റെ ഹോൾ വീഡിയോ ആണ്? പർപ്പിൾ ഹോൾ വീഡിയോ. ഞങ്ങൾ റീസെൻ്റ്ലി ഞങ്ങൾ ഹൈലൈറ്റ് മാളിലത്തെ പർപ്പിളുടെ ഓഫ്ലൈൻ ഷോപ്പിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അതിൻ്റെ ഹോൾ വീഡിയോസ് ചെയ്യാം. ഇതിലത്തെ കുറേ പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ട് റീപർച്ചേസ് ചെയ്യണ്ട. എനിക്കല്ലാട്ടോ ഞാൻ പർച്ചേസ് ചെയ്ത് നോക്കേണ്ടത്. മേമയ്ക്കാണ് കൂടുതൽ പർച്ചേസ് ചെയ്ത് നോക്കണേണ്ട സാധനങ്ങൾ. മേമ ദുബായ് പോകണ്ടായിരുന്നു, ടൂർ പോയതാ. അവിടേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോയത്. പിന്നെ അവിടെ ഓഫറുള്ള കാരണം കൊണ്ട് പിന്നെ വീട്ടിലേക്കും സ്കിൻ കെയർ ആയിട്ടും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഫേസസ് കാനഡയുടെ ഒരു ടോണർ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫേസിന് ഭയങ്കര നല്ലതാണ്. നമ്മൾ നമ്മുടെ ബോഡിക്ക് വേണ്ടി നമ്മൾ വെള്ളം കുടിക്കുമല്ലോ, അതേപോലെ തന്നെ സ്കിന്നിന് ടോണർ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ വിചാരിക്കുന്നത് ഇന്ന് ഹോൾ വീഡിയോ ചെയ്യാതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ കൂടി ചെയ്യാമെന്ന് വിചാരിക്കണേ. നമ്മൾ ടോണർ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ടോണർ നല്ല ടോണറാണ്. ഞാൻ ഇതിനേക്കാൾ മുന്നേ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് വൺസ്. ഞാൻ ഗുഡ് വൈബ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് യൂസ് ചെയ്യാറുള്ളത്. എന്നാലും വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കുറേ റിവ്യൂ അല്ലെങ്കിൽ ഭയങ്കര വൈറലാവണ കുറച്ച് പ്രൊഡക്റ്റ് ഉണ്ടാവില്ല, അത് ഞാൻ മേടിക്കാറുണ്ട്, ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫേസസ് കാനഡയുടെ ടോണർ കേട്ടോ. അപ്പോൾ ടോണർ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഒന്ന് ഇതാക്കി കൊടുക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ ഫാൻ ഇടാത്ത കാരണം കൊണ്ടേ ഞാൻ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശബ്ദം കേൾക്കില്ലല്ലോ എന്ന് വിചാരിച്ച് ഫാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഇതൊന്ന് സ്കിന്നിലേക്ക് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പം ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. അടുത്തത് വരുന്നത് ഈ സൺസ്ക്രീനാണ്, ഡെർമേക്കോയുടെ സൺസ്ക്രീനാണ്. ഇതും നല്ല സൺസ്ക്രീനാണ്. നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് പറ്റിയിട്ടുള്ള നല്ല സൺസ്ക്രീൻ കേട്ടോ. അതായത് പർപ്പിൾ ഷെയ്ഡാണല്ലോ വരുന്നത്. അപ്പോൾ നമുക്ക് യൂസ് ഭയങ്കര സ്യൂട്ടബിളാണ്. ഇത് ഞാൻ എൻ്റെ മേമയുടെ മോന് മേടിച്ചിട്ടുള്ളത്. അവൻ ഇത് യൂസ് ചെയ്തിട്ട് നല്ല റിവ്യൂ ആയിരുന്നു. രണ്ടാമത്തെ ബോട്ടിൽ അവൻ്റെ ഇത് എടുക്കാൻ കിട്ടണില്ല. ഒരു മിനിറ്റ്. യെസ്. അപ്പോൾ ഇത് SPF 50 വരുന്ന നിയാസിനമൈഡ് അടങ്ങിയിട്ടുള്ള സൺസ്ക്രീൻ. അത് കാരണം കൊണ്ട് തന്നെ നമ്മുടെ പിമ്പിൾ, നന്നായിട്ട് കുരുക്കളുള്ള ഫേസാണ്. അതേപോലെ തന്നെ ഈ ആക്നെ സ്പോട്ട് ഉള്ളവർ, അതേപോലെ ഇങ്ങനെ കുഞ്ഞു സ്കാർസ് ഉണ്ടല്ലോ, അതുള്ളവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു സൺസ്ക്രീനാണിത്. നമുക്കിത് യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് പേഴ്സണലി ഇഷ്ടം. കാരണം വൈറ്റ് കാസ്റ്റ് ഇല്ല, പിന്നെ കുറേ നേരം കുറേ ഇങ്ങനെ മസാജ് ചെയ്തൊന്നും നിൽക്കേണ്ട കാര്യമില്ല. ഞാൻ ഇപ്പോൾ വീട്ടിൽ തന്നെ നിൽക്കണം, പുറത്തേക്കൊന്നും ഇറങ്ങണില്ല. അത് കാരണം വലിയ തോതിൽ ഞാൻ സൺസ്ക്രീനൊന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ. മോയ്സ്ചറൈസർ ഇട്ടിട്ടില്ല, കാരണം ഞാൻ മോയ്സ്ചറൈസർ ഇതിൽ മേടിച്ചിട്ടില്ല. പിന്നെ ഇതിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിക്കണം. ഇത് ജസ്റ്റ് ഒന്ന് ഇട്ട് മസാജ് ചെയ്യുമ്പോഴേക്കും ഒരു ഗ്ലോ കിട്ടിയത് വേണ്ട, ഗ്ലോയിങ് കിട്ടും. അന്ന് നല്ല യെസ്, ഇത്രയേ ഉണ്ടോ കണ്ട. മറ്റേ സാധാരണ സൺസ്ക്രീനൊക്കെ ആവുമ്പോൾ നന്നായി മസാജ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കേണ്ടത്. അതിൻ്റെ ഒരു ആവശ്യമില്ല. ഇപ്പം ഞാൻ ഓൾറെഡി സ്കിന്നിലേക്ക് അബ്സോർബ് ആയിട്ടുണ്ടല്ലോ. പിന്നെ ഞാൻ മേടിച്ചിട്ട് ഞാൻ എനിക്ക് വേണ്ടി മേടിച്ച ഗുഡ് വൈബ്സിൻ്റെ നമ്മുടെ ഗീലി ബാം കേട്ടോ. ഇത് ഞങ്ങൾ മേടിച്ചിട്ട് കുറച്ച് നാളായ കാരണം കൊണ്ട് തന്നെ ഇതൊക്കെ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങി. ഏകദേശം യൂസ് ചെയ്തിട്ട് കാരണം എൻ്റെ ചുണ്ട് ഭയങ്കരമായിട്ട് ഡ്രൈ സ്കിൻ, ഭയങ്കര എക്സ്ട്രീം ഡ്രൈയാ. എനിക്ക് ഏതൊക്കെ ലിപ് ബാം ഉണ്ടായാലും കാര്യമില്ല, ഭയങ്കരമായിട്ട് ഇതിപ്പോൾ ഇട്ടൊരു 10-20 മിനിറ്റ് കഴിയുമ്പോഴേക്കും ചുണ്ട് നന്നായി ഡ്രൈ ആവും. ഞാനെന്നുവെച്ചാൽ ഡ്രൈ ആയി കഴിഞ്ഞ് ഇങ്ങനെ പിച്ച് പറിക്കാൻ നിൽക്കും, എന്നിട്ട് ചുണ്ട് പൊട്ടണ സീൻ അങ്ങനെയൊക്കെയാണ് എനിക്ക് എപ്പോഴും വരുന്നതാ. അത് കാരണം കൊണ്ട് ഞാൻ തപ്പി പിടിച്ചെടുത്തതാണ്. ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് അവരെനിക്ക് പർപ്പിളുടെ അവിടെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ സജസ്റ്റ് ചെയ്തതാണ് ഈ ഗുഡ് വൈബ്സിൻ്റെ ലിപ് ബാം കേട്ടോ. അപ്പം അങ്ങനെ അപ്പോൾ
നമ്മൾ എന്ത് സ്കിൻ കെയർ ചെയ്താലും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് മിനിമം ഒരു 5 സെക്കൻഡ് 10 സെക്കൻഡെങ്കിലും വെയിറ്റ് ചെയ്തിട്ടാണ് അടുത്ത പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് അതിൻ്റെ കറക്റ്റ് രീതി എന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ സൺസ്ക്രീൻ ഇട്ട് ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ ഒരു പുറത്തേക്ക് ഇറങ്ങി ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ ഒലിച്ചിറങ്ങാന്ന് പറയുമല്ലോ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടോ. അതിനേക്കാളും നല്ലത് നിങ്ങൾ ഡ്രസ്സൊക്കെ മാറുന്നതിനേക്കാളും മുന്നേ സ്കിൻ കെയർ ചെയ്തിട്ട് ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞ് പൂവാറാവുമ്പോഴേക്കും ഏകദേശം സ്കിന്നിലേക്ക് അബ്സോർബ് ആയിട്ടുണ്ടോ. ഓക്കെ, അങ്ങനെ ഇനി അടുത്തത് നോക്കാം. ചൂടെടുത്തിട്ടേ അതാണ് ഇടയ്ക്ക് ഇതടിക്കണം കേട്ടോ. അടുത്തത് ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇത് അവർ സജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ മേടിച്ച വിഷ് കെയറിൻ്റെ തന്നെ സൺസ്ക്രീൻ ബോഡി ലോഷൻ. ഇത് ഞാൻ എനിക്ക് മേടിച്ചിട്ടുള്ളതല്ല, മാമിക്ക് മേടിച്ചിട്ടുള്ളതാ. ഇതിലുള്ള ഈ സൺസ്ക്രീനൊക്കെ മാമിക്ക് മേടിച്ചിട്ടുള്ളത് തന്നെ, പക്ഷെ ഞാൻ പൊട്ടിച്ചു എന്ന് മാത്രം. എനിക്ക് അങ്ങനെ ഒന്നും പറയുന്നില്ല. ജസ്റ്റ് പൊട്ടിച്ച് നമുക്ക് നോക്കാം, ഫസ്റ്റ് ഇംപ്രഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ വിഷ് കെയറിൻ്റെ ഒറ്റ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടില്ല ഇതുവരെയായിട്ടും. ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്ത് നോക്കാൻ പോകുന്നത്. വിട്ടു പോണ ഇതിൻ്റെ യെസ്, ജസ്റ്റ് നോക്കി നോക്കാം. വൈ ഗായ്സ്, ഉണ്ടോ എന്തത്? ഓക്കെ ഫസ്റ്റ് ആയതുകൊണ്ടേ ഇതാട്ടാ. ഇതും ഇത്രയ്ക്ക് പ്രൊഡക്റ്റിൻ്റെ ആവശ്യം എനിക്കില്ലായിരുന്നു. ഇത് ജസ്റ്റ് ഞാൻ ഇട്ട് നോക്കട്ടെ. വൈറ്റ് കാസ്റ്റ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു കുറച്ച് ടൈം എടുക്കും, മസാജ് ചെയ്ത് കൊടുക്കണം, എന്നാൽ മാത്രമേ. മണം സൂപ്പറാട്ടോ. നമ്മുടെ പണ്ടത്തെ മറ്റേ ജോൺസൺ ബേബിയുടെ ക്രീം ഉണ്ടല്ലോ, എനിക്ക് അതിൻ്റെ മണം തോന്നണം. കുഞ്ഞുങ്ങൾക്കൊക്കെ യൂസ് ചെയ്യണത് കണ്ട. ഇത് ഞാനിപ്പോൾ എന്തോരം മസാജ് ചെയ്തിട്ട് ആ ഒരു വൈറ്റ് കളറാണ് കാണാല്ലേ വരുന്നു. പ്രൊഡക്റ്റ് കൂടിയിട്ടാണോ എനിക്കറിയില്ല, പക്ഷെ സൺസ്ക്രീനൊക്കെ ആകുമ്പോൾ ഇത്രത്തോളം സൺസ്ക്രീൻ ഇടണമല്ലോ നമ്മൾ. കുഴപ്പമില്ല. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 500 രൂപ ഉണ്ട് കേട്ടോ. 500 രൂപയ്ക്ക് പിന്നെ ഫസ്റ്റ് യൂസ് ആയതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. മാമോട് ചോദിച്ചു നോക്കിയൊക്കെ എങ്ങനെയുണ്ടെന്ന്. ഇതിൻ്റെ ആഫ്റ്റർ യൂസ് കുറച്ച് യൂസ് കഴിഞ്ഞാലല്ലേ നമുക്ക് എങ്ങനെയുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അടുത്തത് വന്നിട്ട് ഇത് ആൽ ഗുഡ്നസിൻ്റെ റോസ്മേരി വാട്ടർ. ഇത് ഞാൻ ഒരു 3-4 ബോട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മുടി എനിക്ക് മുടി ഭയങ്കരമായിട്ട് കൊഴിഞ്ഞൊരു ടൈം ഉണ്ടായിരുന്നു കേട്ടോ, നന്നായി കൊഴിഞ്ഞൊരു ടൈം ഉണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ ഇതും പിന്നെ ഇവരുടെ തന്നെ വേറൊരു സീറോ, പിന്നെ ഞാൻ ഒരു നമ്മൾ ഈ സാധാരണ യൂസ് ചെയ്യണ എണ്ണയുണ്ടല്ലോ, ഇത് ഞാൻ പൊട്ടിക്കണില്ല. ഇതിപ്പോൾ റീഫിൽ ബോട്ടിലാണ് എൻ്റെയിലും സ്പ്രേ ബോട്ടിലുണ്ട്, മാമയുടെയിലും സ്പ്രേ ബോട്ടിലുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വലിയൊരു ബോട്ടിൽ മേടിച്ചു, 2 പേർക്കും കൂടിയിട്ട് ഇങ്ങനെ മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണിത്. പിന്നെ വന്നിട്ടൊരു റേസർ ഉണ്ട് നമ്മുടെ കാർമസിയുടെ, ഇത് മാമിക്ക് മേടിച്ചിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഒരു സിറ ഉണ്ട്, ഇതും നല്ല സിറ, ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഡെർമാക്യൂയുടെ ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ സിറ, നല്ല സിറ. നമ്മൾ സിറൊക്കെ യൂസ് ചെയ്യുമ്പോൾ നൈറ്റ് യൂസ് ചെയ്യാനായിട്ടാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ സ്കിന്നിലേക്ക് അബ്സോർബ് ആവാനായിട്ട് ആ ഒരു ടൈം ഡ്യൂറേഷൻ കിട്ടുന്നത്. അങ്ങനെ പിന്നെയും കുറച്ച് പ്രൊഡക്റ്റും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് മേക്കപ്പ് പ്രൊഡക്റ്റുകൾ. പക്ഷേ ഇപ്പം അതിലില്ല, ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. കാരണം ഞാൻ പറഞ്ഞല്ലോ മാമിക്ക് അവർ ടൂർ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ടൈമിൽ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. എനിക്ക് അതിൻ്റെ ഇടയിൽ ഹോസ്പിറ്റൽ കേസുകളും, അങ്ങനെ 2 ഹോസ്പിറ്റൽ കേസും ഉണ്ടായിരുന്നു. പിന്നെ മാമ പോണതിൻ്റെ ആ ഒരു ഇത്,
പിന്നെ മാം പോയപ്പോൾ ഞങ്ങൾ അവിടെ, ഞാനും എൻ്റെ ചേട്ടനും അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അങ്ങനെ എല്ലാം കൂടി വന്നപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു ടൈം കിട്ടിയില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വീഡിയോയുടെ ഒപ്പം തന്നെ ഞാൻ ചേർക്കാട്ടോ, അതും കൂടി കൂട്ടിയിട്ട് ഞാൻ വീഡിയോ ഇടാം. അപ്പം അങ്ങനെ ഫേസസ് കാനഡയുടെ കോമ്പാക്ട് പൗഡറും ടിൻറ്റഡ് മോയ്സ്ചറൈസറും പിന്നെ നമ്മുടെ സീക്ക സൺസ്ക്രീനും പിന്നെ ഒരു ബ്രഷും കൂടിയായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ള. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബായ്. കയ്യിൽ വിട്ടു അതാ, ഒരു മിനിറ്റ്. ബായ്.